എന്തടാ നോക്കുന്നേ? അളിയ, അവളിതുവരെ വന്നില്ലടാ. അതല്ലടാ, അവള് വരാൻ സമയമായി. എനിക്ക് ഭയങ്കര നെർവസ് ആവുന്നടാ. എന്നെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ലടാ. ഏത് ദിവസമാണോ അവളിങ്ങനെ ക്രോസായിട്ട് നടന്നു പോകുന്നത് കണ്ടത്, ഞാൻ സത്യമായിട്ട് പറയാ, ആ സമയത്ത് എൻ്റെ മനസ്സ് ഇവിടെ നിന്ന് പോയി. എനിക്ക് അവളുടെ അടുത്ത് ലവ് തന്നെയാണ്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കറിയില്ല അവളുടെ അടുത്തത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? തീർച്ചയായും പറയാൻ പറ്റൂടാ. നീ ടെൻഷൻ അടിക്കല്ലേ. എന്തായാലും എനിക്കൊരു കാര്യം പിടികിട്ടിട്ടുണ്ട്. എന്താ? നിന്റെ ആൾക്കുണ്ടല്ലോ കവിത വളരെ ഇഷ്ടമാ. ആ, എന്നാ നീ ഒരു കാര്യം ചെയ്. നീ വളരെ റൊമാൻറ്റിക് ആയിട്ട് അവളെ നീ ഒന്ന് പ്രൊപ്പോസ് ചെയ്യ്. പിന്നെ നോക്കിക്കോ, അവള് നിന്റെ പ്രൊപ്പോസൽ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. നീ എന്തായി പറയുന്നത്? പക്ഷെ എനിക്ക് കവിതയൊന്നും വരില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടടാ. ഈ ഞാനില്ലടാ, ഞാൻ നിന്നെ സഹായിക്കടാ. ഞാൻ നിനക്ക് കവിത എഴുതി തരും. നിനക്ക് കവിതയൊക്കെ അറിയോ? നീ എന്നെ കുറിച്ച് എന്താടാ കരുതിയ? ഞാനൊരു എക്സ്പേർട്ട് ആടാ അതില്. താങ്ക്സ് അങ്ങോട്ട് നോക്കടാ, അവള് വരുന്നു. വന്നല്ലോ. കവിത എഴുതി തടാ. ഇപ്പൊ നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അവളെ നീ ഇന്ന് വീഴ്ത്തിയിരിക്കണം. ഈ ചാൻസ് എങ്ങാനും നീ കളഞ്ഞാലുണ്ടല്ലോ, പിന്നെ ജീവിതകാലം മൊത്തം ഇരുന്ന് കരയേണ്ടി വരും. പക്ഷെ എങ്ങനെ? പക്ഷേ എന്നൊന്നും ഇല്ലടാ. ഓരോരുത്തന്മാര് നിലാവും നക്ഷത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നേ. നിനക്കൊരു കവിത പോലെ എഴുതാൻ പറ്റില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ടൊരു പാട്ട് പാട്. പാട്, പോ, പോയിട്ട് പാടടാ. പോയിട്ട് പാട്. പാട്. കോലക്കുഴൽ വിളി കേട്ടോ രാധേ എൻ രാധേ, കണ്ണനെന്നു വിളിച്ചോ രാവിൽ ഈ രാവിൽ, പാൽ നിലാവ് പെയ്യുമ്പോ പൂങ്കിനാവ് നെയ്യുന്നു. വേറൊരു പാട്ട് പാടടാ. വേറെ പാട്ട് പാടടാ. പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി, ആട് ആട് നീ ആടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ, അഴകിൻ പൂഞ്ചേലാടാട് നീ എൻ. तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ ते कहाँ जाए हम, तेरी बाहों में मर जाए हम. അളിയാ, അവള് ചിരിച്ചല്ലേ? വീണ് കഴിഞ്ഞല്ലേ? കെട്ട് കെട്ടടാ. അനുരാഗ വിലോചനായി അതിലേറെ മോഹിതനായി, പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം, പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. അങ്ങനെയാണോ? നിനക്കെന്നെ കല്യാണം കഴിക്കണം അല്ലേ? കെട്ടടാ. ഒരു മിനിറ്റ്. അയ്യോ 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 അയ്യോ. എനിക്ക് തോന്നുന്നു അവൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാടാ. എടാ മരത്തലയാ, പാട്ട് പാടാനുള്ള ഐഡിയ നിന്റെ ആയിരുന്നല്ലോ. വർഷത്തിൽ ഒരു തവണയാണ് ബർത്ത്ഡേ വരുന്നത്. എന്നാ അതിന് പാർട്ടിയും വെക്കില്ല. എല്ലാം മറന്നുപോയിന്നു. ലത, എന്റെ പൊന്നു ലത, എന്റെ ലത, ഞാൻ പറയുന്ന കേക്ക്. നീ എന്തായി ചെയ്യുന്നേ? ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നീ എവിടേക്കാ പോകുന്നേ?
ദേഷ്യത്തിലാണല്ലോ. ലത, ഞാൻ പറയുന്നത്, ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നീ എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞൂടെ നിനക്ക്? ഇന്ന് എത്രയാ തീയതി? ഇന്ന് ഡിസംബർ 25. എന്താന്ന്? എന്താന്ന് വെച്ചാ ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ നിനക്ക് കാലത്ത് തന്നെ എഴുന്നേറ്റ് നല്ല ഗിഫ്റ്റൊക്കെ തന്നത്. ആ ഭംഗിയുള്ള സാരി, പിന്നെ അത് മാത്രമല്ല വേറെ ഒരു കാര്യം കൂടെ തന്നില്ലേ? അപ്പൊ പാർട്ടി ആര് നടത്തും? പാർട്ടിയോ? പാർട്ടിയും തരണോ? എനിക്ക് പാർട്ടി വേണം. ലത, ഞാൻ പറയുന്നത് കേൾക്ക്. നീ പിണങ്ങല്ലേ? അതെന്താണെന്നറിയോ, എൻ്റെ അടുത്ത് ഇപ്പോൾ അത്രയ്ക്ക് പൈസയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പാർട്ടി പിന്നെ ആക്കിയാലോ? പിശുക്ക. എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് പാർട്ടി വേണോന്ന് പറഞ്ഞാ വേണം. ലത, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പോ നിനക്ക് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി എന്നെ എങ്ങനെ വിൽക്കാൻ പറ്റുമോ? വിറ്റോ, പക്ഷെ നിന്നെ ആരും വാങ്ങാൻ പോകുന്നില്ല. ഒരു കാര്യം ചെയ്യ്, മാർക്കറ്റിൽ പോയി ട്രൈ ചെയ്യ്. ആരെങ്കിലും വാങ്ങിയാലോ? ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പാർട്ടി വെക്കാൻ വേണ്ടി എന്നെ വെക്കണമെന്ന് പറയുന്നു. ബേബി, എന്റെ പൊന്നു ലത, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. എപ്പം നിങ്ങൾക്ക് പാർട്ടി നടത്താൻ കാശുണ്ടാകോ അപ്പം നിങ്ങൾ വിളിക്കാൻ വന്നാൽ മതി. ലത, നീ എവിടെയും പോവല്ലേ ഇപ്പോ? ബേബി പറയുന്ന ബേബി ബേബി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ബേബി ബേബി ലത, ഞാൻ പറയുന്ന കേക്ക്. പോവല്ലേ ലത. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീ? ചേട്ടാ, ഇങ്ങേർക്ക് ഇതെന്താ പറ്റിയത്? ഇങ്ങേരിങ്ങനെ പാട്ടൊന്നും പാടാറില്ലല്ലോ. നൊമ്പരം പോ എന്താ പറ്റിയ നിനക്ക്? ഇപ്പൊ നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ. അല്ല, ചേച്ചി ഇവിടെ കാണുന്നില്ലല്ലോ. ചേച്ചി, ഓ ലത, ലത എന്നെ വിട്ട് പോയടാ. അവൾ ഈ വീട്ടിൽ നിന്നേ പോയി. ചേട്ടാ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമ്മളുടെ കൂട്ടുകാരെങ്ങനെ വിഷമിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഇവന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തവന് പ്രാന്തായി പോവും. ഒരു കാര്യം ചെയ്യും, ഞാൻ ചേട്ടനെ ഫോൺ ചെയ്യും. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ അവരെ വീട്ടിലോട്ട് തിരിച്ചു വിളിക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ ചേട്ടനെ ഫോൺ വിളിക്കും. അതില് പ്രയോജനമൊന്നുമില്ല. ഞാൻ അവളെ കാണാൻ വേണ്ടി ഒരുപാട് തവണ ഫോണിൽ വിളിച്ചു. പക്ഷെ അവൾ എൻ്റെ ഫോൺ എടുത്തേ ഇല്ല. എൻ്റെ അടുത്ത് അവൾക്ക് ഭയങ്കര ദേഷ്യമാണെന്നാ തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ? മിണ്ടാണ്ടിരിയടാ, നടക്കുന്ന കാര്യമാണ്. അല്ലേട്ടാ, നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ഇതെങ്കിലും ചെയ്തൂടെ? അതേടാ, ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തല്ലേ പറ്റൂ. നിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കേ. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ചേട്ടത്തിമ്മ വന്നോളൂ. ശരി, പോട്ടെ. ബൈ. അല്ല, നിങ്ങൾ നിൽക്ക്. ഭക്ഷണം കഴിച്ചിട്ട് പോ. അല്ല, ഭക്ഷണം നീ വിഷമിക്കല്ലടാ. ചേട്ടത്തിമ്മ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും കേട്ടോ. നീ നിന്റെ കാര്യം ശ്രദ്ധിക്കും. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. ശരി, ബൈ. ബൈ. ലത, ലത, നീ വന്നോ? എപ്പോഴാ വന്നേ? എനിക്കറിയാം നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന്. നിനക്കൊരു കാര്യം അറിയോ? നീ ഇല്ലാത്തതുകൊണ്ട്
എനിക്ക് രാത്രി പകലൊക്കെ വലിയ കഷ്ടമായിരുന്നു. ഐ മിസ് യു സോ മച്ച്. എൻ്റെ പൊന്നു ലത, എനിക്ക് എന്താ പറയണ്ടേന്ന് പോലും കിട്ടുന്നില്ല. നീ എന്നെ ഒന്ന് വഴക്ക് പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, നിന്നെ ഒന്ന് പുണരുന്നതിന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിന്നെ കാണാൻ വേണ്ടി എൻ്റെ കണ്ണ് കാത്തിരിക്കുകയായിരുന്നു. അതെ, ലത, നീ എപ്പോ വന്നു? അപ്പോ ഇതാരാ? ഓഹോ, അപ്പൊ ഞാൻ പോയതിൽ നിങ്ങൾ സന്തോഷിച്ചിരിക്കുകയാണല്ലേ? അല്ല ലത, നീയാണ് സത്യം. ഞാൻ വിചാരിച്ചത് ഇത് നീയാണെന്നാ. നീ വന്നു ഞാൻ വിചാരിച്ച. എനിക്ക് അറിയില്ല ഇത് ആരാണെന്ന്. അത് ശരി. അപ്പൊ നുണയും പറയാൻ തുടങ്ങിയല്ലേ? ഇവളെ നിങ്ങൾക്ക് അറിയില്ലെന്ന്? ഒരു മിനിറ്റ്. നിരഞ്ജനോ? നിരഞ്ജൻ, നീയായിരുന്നോ? അതേടാ ചേട്ടത്തിമ്മേ, ഇത് എന്റെ പ്ലാൻ ആയിരുന്നില്ല. ഇത് അവന്റെ പ്ലാനാ. ഞങ്ങൾക്ക് അറിയായിരുന്നു ചേച്ചി, ഇവനെ വേറെ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചേ. എടാ, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കറക്റ്റ് സമയത്തിലാ വന്നേ. ഇതേ നോക്കി, എന്റെ ലത തിരിച്ചു വന്നില്ലേ? ലത, എന്റെ ആദ്യത്തെ ഭാര്യ നല്ല സുന്ദരിയാ. പക്ഷെ എന്റെ രണ്ടാമത്തെ ഭാര്യക്ക് ഒരു ഉമ്മയെങ്കിലും കൊടുക്കണ്ടേ? എന്ത്? ആ